നമസ്കാരം. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. അഷ്ടാവക്രൻ്റെ വളവുകൾ മാറിയ കഥ. തർക്കശാസ്ത്രത്തിൽ അതിവിദഗ്ധനായിരുന്ന മുനിയായിരുന്നു അഷ്ടാവക്രൻ. കഹോടകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്. ഉദാല മഹർഷിയുടെ മകൾ സുജാതയാണ് അഷ്ടാവക്രൻ്റെ അമ്മ. ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ വേദോച്ചാരണത്തിൽ നിപുണനായിരുന്നു അഷ്ടാവക്രൻ. ഒരിക്കൽ കഹോടകൻ വേദോച്ചാരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റി. അപ്പോൾ സുജാതയുടെ ഗർഭത്തിൽ നിന്ന് കുട്ടി ആ തെറ്റ് ചൂണ്ടിക്കാട്ടി. അത് കേട്ടപ്പോൾ കഹോടകൻ കോപിച്ചു. ശിശുവിൻ്റെ മനസ്സ് വക്രമായിരിക്കുകയും ശരീരം വളഞ്ഞതുമാകട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. സുജാത സമയമായപ്പോൾ പ്രസവിച്ചു. അപ്പോൾ കുട്ടിയുടെ ശരീരത്തിന് 8 വളവുകളും ഒടിവുകളും ഉണ്ടായിരുന്നു. അതിനാൽ കുട്ടിയെ എല്ലാവരും അഷ്ടാവക്രൻ എന്ന് വിളിച്ചു. അച്ഛൻ്റെ ശാപം മൂലം അഷ്ടാവക്രൻ വിരൂപനായെങ്കിലും അവൻ്റെ മനസ്സിൽ ഒരിക്കലും അച്ഛനോട് ദേഷ്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, അച്ഛനെ ഒരു തവണ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരിക്കൽ ജനകൻ്റെ രാജസദസ്സിൽ ഒരു വാദപ്രതിവാദമുണ്ടായിരുന്നു. വാന്തീനനൻ എന്ന പണ്ഡിതൻ കഹോടകനെ തോൽപ്പിച്ചു. വാദപ്രതിവാദത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം കഹോടകൻ കടലിൽ എറിയപ്പെട്ടു. അച്ഛനു പറ്റിയ ആപത്തിൽ അഷ്ടാവക്രൻ ദുഃഖിച്ചു. അതിന് പരിഹാരം ചെയ്യാൻ അഷ്ടാവക്രൻ രാജസദസ്സിലേക്ക് കയറി വന്നു. നീ കുട്ടിയാണ്, രാജസദസ്സിലേക്ക് നിനക്ക് പ്രവേശനമില്ല, ഭടന്മാർ പറഞ്ഞു. രാജസദസ്സിൽ പ്രായമല്ല, ജ്ഞാനമാണ് പരിഗണിക്കേണ്ടത്, അഷ്ടാവക്രൻ പറഞ്ഞു. കുട്ടിയുടെ ബുദ്ധിസാമർഥ്യം കണ്ട് അവന് രാജസദസ്സിൽ പ്രവേശനം നൽകി. അഷ്ടാവക്രൻ അവിടെ ചെന്ന് അച്ഛൻ്റെ എതിരാളിയായ വാന്തീനനെ തർക്കത്തിൽ പരാജയപ്പെടുത്തി. വാന്തീനൻ കടലിൽ എറിയപ്പെട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ആ നിമിഷം കഹോടകൻ കടലിൽ നിന്നും ഉയർന്നു വന്നു. തൻ്റെ മകൻ്റെ ബുദ്ധിസാമർഥ്യത്തിൽ കഹോടകൻ അഭിമാനം കൊണ്ടു. അവന് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചോർത്ത് അദ്ദേഹം സന്തോഷം കൊണ്ട് കണ്ണീരൊഴുകി. അത് കണ്ട് അഷ്ടാവക്രനും അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. കഹോടകൻ്റെ മകന് നൽകിയ ശാപം തിരിച്ചെടുക്കാൻ അദ്ദേഹം ആശിച്ചു. അദ്ദേഹം അഷ്ടാവക്രനെയും കൊണ്ട് നദിയിലിറങ്ങി സ്നാനം ചെയ്തു. നദിയിൽ മുങ്ങിപ്പൊങ്ങിയപ്പോൾ അഷ്ടാവക്രൻ്റെ ശരീരത്തിലെ ഒടിവുകളും വളവുകളെല്ലാം മാറി. അഷ്ടാവക്രൻ അതിസുന്ദരനായ ഒരു യുവാവായി തീർന്നു. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.